നമസ്കാരം. കേരളം മൊത്തം കത്തിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. അത് വിദ്യാർത്ഥി മുതൽ മുതുക്കന്മാർ വരെ അതിനു വേണ്ടിയിട്ടുള്ള ആഹ്വാനമാണ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ED റെയ്ഡ് നടത്തിയപ്പോൾ മുൻ മുഖ്യമന്ത്രിയും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവും പോളിറ്റ് ബ്യൂറോ അംഗവുമായ സർവോപരി വളരെയധികം മുതിർന്നയാളുമായ ശ്രീ പിണറായി വിജയൻ, അദ്ദേഹത്തിന്റെ പ്രതികരണം എല്ലാവരും കണ്ടതാണല്ലോ. ശരിക്കും പറഞ്ഞാല് കുറെ നാൾ മുൻപ് അദ്ദേഹം ബിനീഷ് കോടിയേരിയുടെ മകന്റെ വീട്ടിൽ റെയ്ഡ് നടന്നപ്പോൾ നടത്തിയൊരു പ്രതികരണം കഴിഞ്ഞ ദിവസം ഈ സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഏറെ ശ്രദ്ധ നേടിയിരുന്നു. അന്ന് നടത്തിയ പ്രതികരണം എന്തുകൊണ്ടാണ് അദ്ദേഹം ഇത്തവണ പറയാതിരുന്നത്? അത് കോടിയേരിയുടെ മകനല്ലേ, ഇത് എന്റെ മകളല്ലേ, അതാണോ? പലരും പറഞ്ഞു കേൾക്കാറുണ്ട്, നിങ്ങൾ ഈ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ വിമർശിക്കുന്ന പിണറായി വിജയനല്ല, ധാർഷ്ട്യക്കാരനെന്ന് നിങ്ങൾ പറയുന്ന പിണറായി വിജയനല്ല, അദ്ദേഹത്തിന് മറ്റൊരു വശമുണ്ട്, മനുഷ്യത്വത്തിന്റെ മുഖമുണ്ട്, അദ്ദേഹം വളരെ ദയാലുവാണ് എന്നൊക്കെ കുറെ പേര് പറയുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് എവിടെയെങ്കിലും ഫീൽ ചെയ്യണ്ടേ ആ കാര്യം? യഥാർത്ഥത്തിൽ അദ്ദേഹം ഇന്നലെ ചെയ്തത് എന്താണ്? ആ പരിശോധന നടക്കുന്നിടത്തുനിന്ന് പുറത്തിറങ്ങി വന്ന് അക്രമാസക്തരായി, അതായത് എന്തും ചെയ്യാൻ മടിക്കാത്ത, പൊതുവെ ഈ ഇടതുപക്ഷക്കാരെല്ലാം ഒരു തരത്തിലും ക്ഷമയില്ലാത്തവരാണ്, പണ്ടവര് ഞങ്ങൾ ഗാന്ധിജിമാരല്ല, ഒരു കർണത്തടിച്ചാൽ മറ്റേ കർണ കാണിച്ചു കൊടുക്കണം എന്നൊക്കെ അവർ പണ്ട് മുദ്രാവാക്യം വിളിക്കാറുണ്ടായിരുന്നു. അതുപോലെ എന്തിനും തയ്യാറായി, എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ആ സമര പ്രതിഷേധക്കാരോട് അദ്ദേഹം കലാപത്തിനാണ് ആഹ്വാനം ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പക്വതയുള്ളൊരു വ്യക്തിയായിരുന്നുവെങ്കിൽ ഇന്നലെ പറയേണ്ടിയിരുന്നത്, ആ ഏജൻസി, അന്വേഷണ ഏജൻസി, അവർ അവരുടെ കൃത്യം നിർവഹിച്ചിട്ട് പോകട്ടെ, നിങ്ങൾ ശാന്തരാകുക, അക്രമം നടത്തരുത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നുവെങ്കിൽ ഈ ഞാൻ ഉൾപ്പെടെ എത്ര പേരായിരുന്നു അദ്ദേഹത്തിന്റെ ഫാൻസായി മാറുമായിരുന്നത്? അപ്പോ ഈ പാർട്ടി എന്ന് പറഞ്ഞാലേ അക്രമം അഴിച്ചുവിടുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം. അക്രമ രാഷ്ട്രീയം മാത്രം മുഖമുദ്രയാക്കിയിട്ടുള്ളത് കൊണ്ടാണ് ഒരു പരിധിവരെ ഈ CPM-നെയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഇത്രയധികം വിമർശനം നേരിടുന്നത്. യഥാർത്ഥത്തിൽ പ്രതിപക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഭരിക്കാൻ സമ്മതിക്കാതിരിക്കുക, അല്ലെങ്കിൽ നാട്ടിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുക, അല്ലെങ്കിൽ അക്രമം അഴിച്ചുവിടുക, ഇതാണോ പ്രതിപക്ഷ ധർമ്മം എന്ന് നിങ്ങൾ കരുതുന്നത്? ഈ CPM-കാര് അവരുടെ പ്രവൃത്തി കണ്ടാൽ അങ്ങനെയാണ് മനസ്സിലായി. ഇപ്പോഴല്ല, മുൻപും പ്രതിപക്ഷമായി കഴിഞ്ഞാൽ ജനങ്ങളോട് എന്തോ പ്രതികാരം ചെയ്യുന്നത് പോലെയാണ്. ഭരിക്കുന്നവരോടല്ല, ജനങ്ങളോട് പ്രതികാരം, ഞങ്ങൾക്ക് വോട്ട് തരാത്തതുകൊണ്ട് നിങ്ങൾ അനുഭവിച്ചോ എന്ന മട്ടിൽ ആണ് ഈ ഇടതുപക്ഷം എപ്പോഴും പെരുമാറുന്നത്. സാധാരണ നാട്ടിലുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്, ഇവന്മാരെ ഭരിക്കാനിരുത്തുന്നതാണ് നല്ലത്, നാട്ടിൽ അക്രമമെങ്കിലും കുറയും എന്ന്. കാരണം മറ്റേ ഒഫീഷ്യലായിട്ടുള്ള അക്രമം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇതുപോലെ കയറൂരി വിട്ടിട്ടുള്ള ആക്രമണവും ഈ പ്രതിഷേധങ്ങളും ഒന്നും അവർ നടത്തില്ല എന്നൊരു കാര്യം പറഞ്ഞിട്ട്, അതായത് യു ഡി എഫിനെ ഭരണത്തിൽ ഏറ്റിയാൽ, ജനം ആഗ്രഹിച്ച് ഭരണത്തിലേറ്റിയാൽ പോലും ഇവന്മാർ നേരെ ചൊവ്വേ ഭരിക്കാൻ സമ്മതിക്കില്ല എന്ന്. ഇത് ഞാൻ പറയുന്നതല്ല, ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾ CPM-നെ കുറിച്ച് പറയുന്നതാണ്. അപ്പോ ഈ കഴിഞ്ഞ ദിവസം ഇത്രയും പ്രായമുള്ള, ഇത്രയും ദയാലുവാണ്, ആദർശധീരനാണ് എന്നൊക്കെ ഈ ഇടത് പാട്ട് പാടുന്ന ആൾക്കാർ പറയുന്ന പിണറായി വിജയൻ എന്തുകൊണ്ട് അങ്ങനെ പറയാൻ തോന്നിയില്ല? അത് അവർ നടത്തുന്ന ഔദ്യോഗിക കൃത്യമാണ്. എന്നിട്ട് ആഹ്വാനം ചെയ്യുകയാണ്, നിങ്ങൾ നമുക്കൊന്നിച്ച് ഇറങ്ങാന്ന്. ആരിറങ്ങും? പിണറായി വിജയൻ ഇറങ്ങുമോ തല്ലുകൊള്ളാൻ? വീണ വിജയൻ ഇറങ്ങുമോ തല്ലുകൊള്ളാൻ? അദ്ദേഹത്തിന്റെ മകൻ ഇറങ്ങുമോ തല്ലുകൊള്ളാൻ? അത് മുഹമ്മദ് റിയാസ് വരുമോ? ആരും വരില്ല. സാധാരണക്കാരായ മണ്ടൻ, അദ്ദേഹത്തിന് അറിയാം ഈ പാർട്ടിയിലുള്ള വിദ്യാർത്ഥികളായാലും യുവജനങ്ങളായാലും കടൽ കിഴവന്മാരായാലും എല്ലാവരും മണ്ടന്മാരാണ്, അവർ ആവേശത്തിന്റെ പുറത്ത് എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ് എന്ന പൂർണ്ണ ബോധ്യം ശ്രീ പിണറായി വിജയൻ ഉള്ളത് കൊണ്ടാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം അത്തരത്തിലൊരു പ്രതികരണം നടത്തിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോ അദ്ദേഹത്തെ പൂജിക്കുന്നവരും ഇടതുപക്ഷ അനുകൂലികളും വന്ന് എന്റെ അപ്പനും അമ്മയ്ക്കും പറയുമായിരിക്കും, എനിക്കൊരു വിഷയമില്ല, അത് അവരവരുടെ സംസ്കാരം, അവരവരുടെ രീതി അവർ കാണിക്കുന്നതാണ്. ചിലർക്കെങ്കിലും അറിയാതെ നമ്മൾ മറുപടി കൊടുത്തു പോകും. ഇപ്പോ ഈ പറയുന്ന കാര്യത്തെ ആശയപരമായി നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയുമെങ്കിൽ നിഷേധിക്കുക. ഇപ്പോ പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ ഭരിക്കുന്നവരുടെ തെറ്റുകൾ ചൂണ്ടിക്കാട്ടുക, അതിനെതിരെ ജനങ്ങളെ ദ്രോഹിക്കാതെ സമാധാനപരമായി നിങ്ങൾ പ്രതിഷേധിക്കുക. അതെന്തുകൊണ്ട് ഈ ഇടതുപക്ഷം പഠിക്കുന്നില്ല എന്നാണ്. കാരണം അവർക്ക് അവരുടേതായ വൃത്തികെട്ട ലക്ഷ്യങ്ങളുണ്ട്. അതിനുവേണ്ടി അവർ ഏതറ്റം വരെയും പോകും. ഈ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഇപ്പോൾ ഇത്രയും വലിയൊരു തോൽവി ഇടതുപക്ഷത്തിന് സമ്മാനിച്ചതുകൊണ്ട് ജനങ്ങളോടുള്ള ഈ ഭരിക്കുന്ന UDF-നോടല്ല, അവർക്ക് ജനങ്ങളോടുള്ള പകയാണ് അവർ ഈ തീർക്കുന്നത് എന്നേ പറയാനുള്ളൂ.